നല്ലൊരു മനുഷ്യനല്ലേ? ആണോ? തീർച്ചയായും. എനിക്കറിയാൻ പാടില്ല. 100% നല്ല മനുഷ്യനാണ്. തീർച്ചയായും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല പ്രവർത്തന ശേഷിയുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, നല്ലൊരു സഹായിയാണത്. സംശയം വേണ്ട. സംശയം വേണ്ട, അതിനൊരു മാറ്റവും ഇല്ല. ഞങ്ങൾ ജയിപ്പിക്കും. അത്രയേറെ ഇഷ്ടമാണോ? ഞങ്ങൾ ഇറങ്ങും വോട്ട് പിടിക്കാൻ. അത്രയേറെ ഇഷ്ടമാണ്. അത്രയേറെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇറങ്ങും വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി. മുകേഷ് എങ്ങനെയാ? മുകേഷ് ശരിയാകത്തില്ല, ഇച്ചിരി അഹംഭാവമുള്ള മനുഷ്യനാണ്. എം പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഗുണമാണ്. അതുമാത്രമല്ല ചെറുപ്പക്കാരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും എല്ലാം എം പിക്ക് ഒരു വിലയുണ്ട്. പിന്നെ പാർലമെൻറ്റിൽ പോയി സംസാരിക്കാനായാലും പ്രേമേന്ദ്രൻ അടിപൊളിയാണ്. ഇവിടെ എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ. 10-20 വർഷമായിട്ട് അറിയാം പുള്ളിയുടെ ഫാമിലിയൊക്കെ. നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്, ഉറപ്പാണ്. ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യത്തിനും എപ്പോഴും നമ്മളോട് കൂടെ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്. രാഷ്ട്രീയമല്ല അവിടെ നോക്കുന്നത്. ജാതി മതത്തിന് അധീനമായി നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു എം പിയാണ്. വർഷങ്ങളായിട്ട് കാണുന്നു. നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന ഒരു നേതാവ്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല മനുഷ്യനാണെന്ന് പറയുന്നത്. ഉറപ്പായി ജയിക്കുന്ന. ഉറപ്പായി ജയിക്കും. അത്രയേറെ ഗ്യാരണ്ടി എന്തുകൊണ്ട് പറയുന്നത്? ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ മനുഷ്യന് നല്ലൊരു ഗുണമുണ്ട്. നല്ലൊരു എം പി അത്. എന്തുകൊണ്ടാണ് നല്ല എം പി എന്ന് പറയുന്നത്? കാരണം ഇത് ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് ഇവിടെ കൊല്ലത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ വിശ്വസ്തയോടെ കാണുന്ന ഒരു എം പിയാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ. അദ്ദേഹം എല്ലാവർക്കും വലിയ ഇഷ്ടമാണോ? അതെ, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അയാളുടെ പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ പുള്ളി അത് ശ്രദ്ധയിൽ പരിഗണിക്കും എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിലുണ്ട്. പുള്ളിക്കാരനെ പോലെ പാർലമെൻറ്റിൽ കാര്യങ്ങളെടുത്ത് സംസാരിക്കാനും പല ബില്ലുകൾ പാസ്സാക്കാനും പുള്ളിക്കാരനെ കഴിഞ്ഞേ ഉള്ളൂ. നല്ല എം പിയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല എം പി പ്രേമചന്ദ്രൻ തന്നെയാണ്. പാർലമെൻറ്റിൽ പോയി വല്ലതൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ പ്രേമചന്ദ്രൻ തന്നെയാണ്. മുകേഷ് അതിൻ്റെ അടുത്തൊന്നും വരത്തില്ല. മുകേഷ് ഒരു ആക്ടർ മാത്രമേ ഉള്ളൂ. അതൊരിക്കലും നമ്മൾ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് തോൽപ്പിക്കാൻ പറ്റത്തില്ല? ആ ഒരു വ്യക്തിത്വമാണ്, അതാണ് വ്യക്തിത്വം. അത് തന്നെ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടൊരു മറുപടിയില്ല. ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ള ആളല്ല. ശരിക്കും പുറത്ത് പറയുന്നത് രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരെയും പരിഗണിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണല്ലോ നമ്മളിപ്പം ഒരു കാഴ്ചപ്പാട് നമ്മുടെ എല്ലാ ജനങ്ങളുടെ ഇടയിലും ആ പുള്ളിക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ട്. നല്ല എം പിയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല എം പി പ്രേമചന്ദ്രൻ തന്നെയാണ്. പാർലമെൻറ്റിൽ പോയി വല്ലതൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ പ്രേമചന്ദ്രൻ തന്നെയാണ്. മുകേഷ് അതിൻ്റെ അടുത്തൊന്നും വരത്തില്ല. മുകേഷ് ഒരു ആക്ടർ മാത്രമേ ഉള്ളൂ. വല്ലതും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കണം, പ്രേമചന്ദ്രൻ തന്നെ പോകണം പാർലമെൻറ്റിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ നല്ല എം പി എന്ന് പറയുന്നത്? നല്ല എം പി എന്ന് പറഞ്ഞാൽ അയാളുടെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ടൈം സംസാരിക്കാൻ ഉപയോഗിച്ച പുള്ളി തന്നെയാണ് ഉപയോഗിച്ചത്. പുള്ളിക്ക് അതിൻ്റെ അവാർഡും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് പ്രേമചന്ദ്രൻ. അദ്ദേഹം ഈ പ്രാവശ്യം ജയിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും തീർച്ചയായും ഉറപ്പ്. നല്ലൊരു മനുഷ്യനല്ലേ? തീർച്ചയായും. എനിക്കറിയാൻ പാടില്ല. 100% നല്ല മനുഷ്യനാണ്. തീർച്ചയായും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല പ്രവർത്തന ശേഷിയുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, നല്ലൊരു സഹായിയാണത്. ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ഇത്രയും എൻ്റെ ഈ വയസ്സുകാലം ഞാൻ കാണുമ്പോഴൊക്കെ നല്ലൊരു നല്ലൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് നിങ്ങളോടൊക്കെയുള്ള പെരുമാറ്റം? എനിക്ക് കുറച്ച് നാൾ കൊണ്ടേ അറിയാം സാറിന്. ഒരുപാട് അടുത്തല്ല, ഇങ്ങനെ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ എന്ത് കാര്യത്തിന് നമ്മളൊരു സഹായത്തിന് ചെന്നിരുന്നാലും വലിയവരൊന്നോ ചെറിയവരൊന്നോ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ നോക്കുന്നൊരു വ്യക്തിയാണ്. 100%. അത്രയും നല്ല വ്യക്തിയാണ്. അതെ, 100% ഞങ്ങൾ പറയുന്നു. നിങ്ങൾ ഈ സ്ത്രീകളൊക്കെ ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും അത്രത്തോളം ശരിക്കും അനുഭവം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ചില മന്ത്രിമാരും അവരൊക്കെ വരുമ്പോഴത്തേനും അവർക്കൊരു ഗമയും ഇത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അല്ല. എല്ലാവരെയും പാവപ്പെട്ടവരെ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പുഞ്ചിരി, ആ ഒരു കാര്യങ്ങളുമൊക്കെ നല്ല ഇതാണ്. ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ തീരദേശത്തൊക്കെ നല്ല സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ്. എം പി എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് പുള്ളി. തുടർന്നും അങ്ങനെ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രവചിക്കാൻ വയ്യ. ഞാൻ ചോദിക്കുന്നത് ഒരിക്കൽ പോലും ജയസാധ്യത ഞാൻ പറഞ്ഞില്ല. എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. പ്രവർത്തനമല്ല, അദ്ദേഹം എങ്ങനെയാ? അങ്ങനെ നല്ല മനുഷ്യനാണല്ലോ. പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? അദ്ദേഹം ശരിക്കും പുറത്ത് പറയുന്നത് രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരെയും പരിഗണിക്കുന്ന വ്യക്തിയാണ്.
അങ്ങനെയാണല്ലോ നമ്മളിപ്പം ഒരു കാഴ്ചപ്പാട് നമ്മുടെ എല്ലാ ജനങ്ങളുടെ ഇടയിലും ആ പുള്ളിക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വം വോട്ടായി മാറുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ കഴിഞ്ഞ തവണ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല എം പി ആണെന്ന് നിങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും. പിന്നെ അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കാം 100%. ഞാൻ ചോദിക്കുന്നത് വിജയിക്കാൻ സാധ്യത ഞാൻ ചോദിച്ചില്ല, സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. താങ്കൾ ഒരു ഇടതുപക്ഷക്കാരനാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ പ്രേമചന്ദ്രൻ എം പി മുൻപ് ഇടതുപക്ഷക്കാരനായിരുന്നു. പല ആളുകൾ അത് ഞാൻ കണക്കാക്കുന്നില്ല. പണ്ട് പുള്ളി ആരും ആയിക്കോട്ടെ, പുള്ളി ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരവസ്ഥയിൽ പുള്ളി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെല്ലാം മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കൊരു വിജയസാധ്യത ഉണ്ട്. അത് ഇപ്പം മുകേഷ് നിൽക്കുന്നതുകൊണ്ട് എത്രത്തോളം അത് പുള്ളിക്ക് അനുകൂലമായി വരുമെന്ന് പറയാൻ പറ്റില്ല. അനുകൂലമായി വരാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ട്. പ്രേമചന്ദ്രൻ എം പി എന്നുള്ളതിൽ നല്ല പ്രവർത്തനമാണ്, അതിന് സംശയമില്ല. പിന്നെ റിസൾട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാനൊക്കത്തില്ല. അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് എം പി സ്ഥാനത്ത് എങ്ങനെയാണ്? എം പി എന്നുള്ളതിൽ മാതൃക എം പി ആണല്ലോ, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ റിസൾട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ധാരണ ഇവിടെ ഉള്ള മണ്ഡലമാണ്. അത് മുകേഷ് നിൽക്കുകയാണെങ്കിൽ ശരിക്കും മിക്കവാറും കിട്ടാൻ സാധ്യത ഉണ്ടോ? മുകേഷിനെ സംബന്ധിച്ച് നമുക്ക് ബഹുമതി തന്നെ, നല്ല കലാകാരനാണ്, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന ആളാണ്. ഓക്കെ, പക്ഷേ ഭൂരിപക്ഷത്തിന് കാര്യം മറ്റേത് നോക്കുമ്പോൾ അല്ല, ഇപ്പോൾ ആര് ജയിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് പ്രേമചന്ദ്രൻ എം പി? എം പി എന്നുള്ള നിലയിൽ മാതൃക എം പി തന്നെ, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ അദ്ദേഹത്തിന് തന്നെയല്ലേ വീണ്ടും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും? അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ. അപ്പോൾ രണ്ടുപേർക്കും ജയസാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റും. ഇടതുപക്ഷക്കാരനായ സ്ഥിതി. അതെ, ഞാൻ ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് മുകേഷ് ജയിക്കുമെന്നേ പറയാൻ കഴിയും. അല്ല, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ലേ. കേരളത്തിലെ ഒരു മണ്ഡലത്തിലും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എല്ലാ മണ്ഡലത്തിലും ഈ കൂട്ടർക്കും ജയസാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ലൊരു എം പി അത്. എന്തുകൊണ്ടാണ് നല്ല എം പി എന്ന് പറയുന്നത്? കാരണം ഇത് ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് ഇവിടെ കൊല്ലത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉറപ്പാണ്. വലിയ കാര്യമാണോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. പക്ഷേ CPM നിന്ന് പോയതാണ് ഒരു വിഷമമായി പോയത്. RSP നിന്ന് മാറി അത് കോൺഗ്രസിലോട്ട് ചേർന്നതിൻ്റെ ഒരു വിഷമം ഉള്ളു. എങ്കിലും അദ്ദേഹത്തിന് പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുമോ? പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യും. ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ലൊരു MP ആയതുകൊണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? നല്ല അഭിപ്രായമേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്കുള്ള അനുഭവം? നമുക്ക് അനുഭവമൊന്നുമില്ല, പക്ഷേ നല്ല അഭിപ്രായം. കൊല്ലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി വീണ്ടും ജയിക്കാൻ സാധ്യതയുണ്ട്. പ്രേമചന്ദ്രനെ ജയിക്കാൻ സാധ്യതയുള്ളു. 100% ഉറപ്പാണത്. ഇവിടെ ജയിക്കും. എങ്ങനെയുണ്ടെന്ന് എൻ്റെ ചോദ്യം. പ്രേമേന്ദ്രൻ അടിപൊളിയാണ്. ഇവിടെ എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിക്കുള്ള എന്താ പറയുക, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? ഇത് നല്ല പ്രവർത്തനമാണ്. ആൾക്കാർക്കെല്ലാം അവിടെ എപ്പോൾ ചെന്നാലും പുള്ളിക്കാരനെ കാണാൻ പറ്റും. എപ്പോൾ എനി ടൈം ചെന്നാലും കാണാൻ പറ്റും. അതല്ലേ ഏറ്റവും വലിയ പ്രത്യേകത. അതിക്കുള്ള എന്താ വേണം? അദ്ദേഹം ജയിക്കുമോ ഈ പ്രാവശ്യം? ജയിക്കും 100%. ഭൂരിപക്ഷം കൂടുമോ? സാധ്യതയുണ്ട്. പ്രേമചന്ദ്രൻ എം പി കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനകീയനായ എം പി തന്നെയാണ്. കാര്യം 540 MPമാരുള്ളതിൽ UN സഭയിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തെയാണ് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം കഴിവും പ്രവർത്തന നൈപുണ്യവും ഇത്രയും വർഷമായിട്ട് കൊല്ലത്തിൻ്റെ ജനകീയനായ ഒരു എം പി ആണെന്നാണ് എൻ്റെ അഭിപ്രായം. മുകേഷിനെക്കുറിച്ച് മോശമായ അഭിപ്രായമല്ല. എങ്കിൽ പോലും കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ വിശ്വസ്തയോടെ കാണുന്ന ഒരു എം പിയാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. അദ്ദേഹം എല്ലാവർക്കും വലിയ ഇഷ്ടമാണോ? അതെ, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അയാളുടെ പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ പുള്ളി അത് ശ്രദ്ധയിൽ പരിഗണിക്കും എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളിലുണ്ട്. അതുകൊണ്ട് കടുത്ത മത്സരം ഉണ്ടാവും. പ്രേമചന്ദ്രൻ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല മനുഷ്യൻ, വർഷങ്ങളായിട്ട് കാണുന്നു. നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന ഒരു നേതാവ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ഇതുവരെ ഒരു കറപ്ഷനും പുള്ളിയെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലായിടത്തും നല്ല സൗമ്യമായി പെരുമാറുന്നു. എന്താവശ്യത്തിനും ഏത് സമയത്ത് ചെന്നാലും പുള്ളി അത് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നല്ലൊരു മനുഷ്യനാണോ അദ്ദേഹം? അതെ അതെ. നിങ്ങളോടൊക്കെ എങ്ങനെയാണ് പെരുമാറ്റം? നല്ല പെരുമാറ്റം, സംശയമില്ല. ഈ പ്രാവശ്യം ജയിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ നല്ലവർക്കെന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. പ്രേമചന്ദ്രൻ MP പറയാൻ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രേമചന്ദ്രൻ MP എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വാക്ചാതുര്യമൊക്കെ നമുക്ക് കേട്ടവർക്കെല്ലാം അറിയാം. നല്ലൊരു MP യാണ്. താങ്കൾക്ക് എങ്ങനെയാണ്? എനിക്ക് നല്ല അഭിപ്രായം വ്യത്യാസമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം നല്ല ലെവലിലേക്ക് വികസനം ചെയ്തിട്ടുണ്ടോ? വികസനം എന്ന് പറയുമ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. റെയിൽവേയുടെ വികസനങ്ങളും
നമ്മുടെ ബൈപ്പാസുകൾ പോലുള്ള വികസനങ്ങൾ, അല്ലാതെ നമ്മുടെ കണ്ണി കാണുന്ന കൊച്ചു കൊച്ചു വികസനങ്ങളില്ല. കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വികസനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജയിക്കും അദ്ദേഹം ഈ പ്രാവശ്യം? അദ്ദേഹം ആയിരിക്കും ജയിക്കണം. നല്ലൊരു കാൻഡിഡേറ്റാണ്, ആർക്കും തള്ളിക്കളയാൻ ഒക്കുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. പ്രേമചന്ദ്രൻ എം പി നല്ലൊരു ഇതാണ്, നല്ലൊരു പ്രവർത്തകനാണ്. ഇത് ഇവിടെ കൊല്ലത്തിൽ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് എങ്ങനെയാണ് നല്ലത് എന്ന് പറയുന്നത്? നല്ല പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ജയിക്കുമോ ഇനി? ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആൾ ഡീസൻ്റാണ്, നല്ല പ്രവർത്തനമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൊല്ലത്തിന് വേണ്ടി. അതുകൊണ്ട് പുള്ളി ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ ഉറപ്പ് പറയുന്നത്? ഉറപ്പ് അറിയാവുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് വർഷങ്ങളായിട്ട്, നിങ്ങൾക്ക് കുറച്ച് വയസ്സുള്ള ആളാണ്, എങ്ങനെയാണ് വർഷങ്ങളായിട്ട് അദ്ദേഹം? വർഷങ്ങളായിട്ട് പിന്നെ 10-20 വർഷമായിട്ട് അറിയാം പുള്ളിയുടെ ഫാമിലിയൊക്കെ. നല്ല മനുഷ്യനാണ്? നല്ല മനുഷ്യനാണ്. ഉറപ്പാണ്. എം പി നല്ല മനുഷ്യനാണ്, ഒരുപാട് വർഷം കൊണ്ട് അറിയാം. പുള്ളിക്കാരൻ നല്ല ഇതായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. റെയിൽവേയുടെ ഓരോ പദ്ധതികൾ കൊണ്ടുവന്നു. നല്ലൊരു മനുഷ്യനാണ്. ഈ പ്രാവശ്യം അയാൾ ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ട് നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും പറയും? നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മനുഷ്യനാണെന്ന് പറയുന്നത്. ഉറപ്പായി ജയിക്കും? ഉറപ്പായി ജയിക്കും. അത്രയേറെ ഗ്യാരണ്ടി എന്തുകൊണ്ട് പറയും? ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ മനുഷ്യന് നല്ലൊരു ഗുണമുണ്ട്. കൊള്ളാം. നല്ല പിന്നെ കൊല്ലത്തിലേക്ക് എം പി നല്ല വ്യത്യസ്തം, നല്ല ഇതുള്ള ഒരു എം പി ആണ്. പിന്നെ അദ്ദേഹം നല്ല കാര്യങ്ങളെല്ലാം ചെയ്യല്ലേ സാറേ. പിന്നെ അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. റെയിൽവേഡ് ആയാലും പുതിയ കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ താങ്കൾ കാണുന്ന അദ്ദേഹത്തെ? അത് ഞാൻ എനിക്ക് ഒരു കാര്യം അദ്ദേഹം നടത്തി തന്നിട്ടുണ്ട്. എൻ്റെ മരുമോൻ പേർഷ്യയിൽ പോയപ്പോൾ കോവിഡ് സമയത്ത് തിരിച്ച് വരാൻ പറ്റിയില്ലായിരുന്നു സാറേ. ഞാൻ പോയി പുള്ളിയെ അടുത്ത് പറഞ്ഞ് പുള്ളി ഒരാഴ്ചയ്ക്ക് മുമ്പേ തിരിച്ചു പിടിച്ച് തന്നതല്ലേ. അത്രയും ഉപകാരം? അത് ഉപകാരം ചെയ്യും. ഞാൻ ഇപ്പോൾ പോയാൽ ഒരു പാർട്ടിയെ നോക്കാതെ അദ്ദേഹം ചെയ്യും. ഉറപ്പാണ്? ഉറപ്പാണ്. അദ്ദേഹം ജയിക്കുമോ? ചെയ്യും. എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ജയിക്കും എന്നാണ് സത്യത സാറേ. പുള്ളി എടുത്താൽ വരുമാനപ്പെട്ട ആരുമല്ല, അദ്ദേഹം ജയിക്കും. പ്രേമചന്ദ്രൻ നല്ല കാൻഡിഡേറ്റില്ലേ, ഈ കൊല്ലം ജില്ലയിൽ ഏറ്റവും നമ്പർ 1 എം പി ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയും? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏത് കാര്യത്തിനും എപ്പോഴും നമ്മളോട് കൂടെ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്. രാഷ്ട്രീയമല്ല അവിടെ നോക്കുന്നത്, ജാതി മതത്തിന് അധീനമായി നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു എം പി ആണ് പ്രേമചന്ദ്രൻ. 100%-ൽ 100% മാർക്ക് കൊടുത്തിരിക്കും. അദ്ദേഹം ഇപ്പം നിൽക്കുന്നുണ്ട്, ജയിക്കൂ? തീർച്ചയായിട്ടും. സംശയം എന്താ കാര്യത്തിന്? 100% അല്ലേ. അതൊരിക്കലും നമ്മളെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് തോൽപ്പിക്കാൻ പറ്റത്തില്ല? ആ ഒരു വ്യക്തിത്വമാണ്, അതാണ് വ്യക്തിത്വം. അത് തന്നെ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടൊരു മറുപടിയില്ല. ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ള ആളല്ല. പക്ഷെ ഞാൻ നിഷ്പക്ഷമായിട്ട്, രാഷ്ട്രീയം, മതം, ജാതി ഒന്നും നോക്കാതെ ഏത് കാര്യത്തിനും എപ്പോഴും നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിക്കും ആളുണ്ടെങ്കിൽ. അതുകൊണ്ട് 100% വിജയം. അത്രയേറെ ആത്മവിശ്വാസത്തിൽ നമ്മൾ പറയാം. നല്ലോണം വികസനം ചെയ്യും. തീർച്ചയായിട്ടും. പ്രേമചന്ദ്രൻ എം പി എന്താ അതൊരു നല്ല വ്യക്തിയാണ്. കൊല്ലക്കാർക്കെല്ലാം നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി. മുമ്പ് ഇവിടെ നിന്നപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാടൊക്കെ ചെയ്ത് നമ്മുടെ ഈ ബീച്ച് ഏരിയയിലൊക്കെ ഒരുപാട് രീതി സഹായങ്ങളും എല്ലാം. കക്ഷി സ്വന്തമായിട്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. സമ്പാദിച്ചിട്ടില്ല. ഈ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പാർട്ടി പണം എടുത്തൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ടും സമ്പാദിച്ചില്ല. നിങ്ങൾ തന്നെ പറയുമ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണെന്ന് ഞങ്ങളെല്ലാവരും പറയും. ഇവിടെ എല്ലാ വ്യക്തിയും അങ്ങനെ. പ്രേമേന്ദ്രൻ 100% ജയിക്കും എന്നുള്ള ഉറപ്പാണ്. 100% ജയിക്കും. സംശയം വേണ്ട. അതിനൊരു മാറ്റവും ഇല്ല. ഞങ്ങൾ ജയിപ്പിക്കും. അത്രയേറെ ഇഷ്ടമാണോ? ഞങ്ങൾ ഇറങ്ങും വോട്ട് പിടിക്കാൻ. അത്രയേറെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇറങ്ങും വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി. മുകേഷ് എങ്ങനെയാ? മുകേഷ് ശരിയാകത്തില്ല. ഇച്ചിരി അഹംഭാവമുള്ള മനുഷ്യനാണ്. ശരിയാകത്തില്ല മുകേഷ്. പ്രേമചന്ദ്രൻ സ്വഭാവം വലിയ കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇവിടെ കാണിച്ചതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നല്ലപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വേണ്ടി പോവാ, ജയിക്കുമോ? തീർച്ചയായും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു ആത്മവിശ്വാസം, വ്യക്തി. എന്തുകൊണ്ടാണ് നല്ലത് ചെയ്തിട്ടുണ്ടോ? പുള്ളി നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതുവരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, മറ്റുള്ളവരെ പോലെ അല്ല, ഒരു വ്യത്യാസം കാണുന്നുണ്ട് നമ്മൾ. എം പി എന്ന് പറയുമ്പോൾ നല്ലൊരു മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യൻ എന്ന് പറയും? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നാട്ടിന് വേണ്ടി നല്ലത് ചെയ്യുന്നതുകൊണ്ട് നല്ലത് മനുഷ്യനാണ്.
എല്ലാ കാര്യത്തിലും ഇറങ്ങി പ്രവർത്തിക്കുന്നു. അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വേണ്ടി പോവാ, എന്താ വിശേഷം ഉണ്ടാവും? മത്സരിക്കുന്നു പറഞ്ഞാൽ അങ്ങേരെ ജയിക്കാൻ സാധ്യതയുള്ളൂ. വേറെ ആരും ജയിക്കത്തില്ല, ഉറപ്പാണ്. അങ്ങേരെ കൂടെ ഒന്നും ആരും ജയിക്കാൻ പോകുന്നില്ല. അത്രയും നല്ല മനുഷ്യനാണോ? അത്രയ്ക്ക് നല്ല മനുഷ്യൻ. ചോദിക്കുന്ന ഉദ്ദേശം എല്ലാവരും നല്ല മനുഷ്യരെന്ന് പറയുന്നോണ്ടാ. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന നന്മയ്ക്ക് നല്ല മനുഷ്യരെന്ന് പറയുന്നത്. പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ച ഒരു എംപിയും കൂടെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയും? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഒരു ബാധ്യത അയാൾക്കുണ്ട്. നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ അയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഉറപ്പ് തീർച്ചയായും വീണ്ടും ജയിക്കാൻ ജയിക്കും, തീർച്ചയായും ജയിക്കും. ഭൂരിപക്ഷം ഇച്ചിരി കുറഞ്ഞാലും ജയസാധ്യത ഉറപ്പാണ്. ഭൂരിപക്ഷം കൂടുതലേ ചെയ്യുള്ളൂ, മുകേഷല്ലേ നിൽക്കും. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ കണക്ക് വെച്ച് ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിൽ മേളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം ഇച്ചിരി കുറഞ്ഞാലും ജയസാധ്യത ഉറപ്പാണ്. ഉറപ്പ്. അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്, നല്ലൊരു വ്യക്തിയാണ്. എങ്ങനെയുണ്ട് പ്രേമചന്ദ്രൻ എം പി എന്നാണ് എൻ്റെ ചോദ്യം. പുള്ളിക്കാരനെ പോലെ പാർലമെൻറ്റിൽ കാര്യങ്ങളെടുത്ത് സംസാരിക്കാനും പല ബില്ലുകൾ പാസ്സാക്കാനും പുള്ളിക്കാരനെ കഴിഞ്ഞേ ഉള്ളൂ. പ്രേമചന്ദ്രൻ സഖാവിനെ കഴിഞ്ഞേ ഉള്ളൂ. പ്രേമചന്ദ്രൻ എങ്ങനെയാണ് ഇവിടെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ചേരുള്ളൂ. ഇപ്പം ഉദാഹരണം തന്നെ നമ്മുടെ കൊല്ലം റെയിൽവേ വലിയൊരു പദ്ധതിയാണ് പുള്ളിക്കാരൻ കൊണ്ടുവന്നിരിക്കുന്നത്. പലതരം പദ്ധതികൾ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പലതരം ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രേമചന്ദ്രനാണ് ഈ വട്ടം ജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസവും. പ്രേമചന്ദ്രൻ എം പി എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ട ഒരു എം പിയാണ്. ഇവിടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു എം പിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ഓരോ പദ്ധതികളിലൊക്കെ നല്ല വികസനവും അതുപോലെയുള്ള പല ഇതൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, പുള്ളി നല്ല ഡീസൻ്റാണ്. മറ്റോ പുള്ളിയുടെ പേരിൽ എം പി ആയിട്ട് പോയിട്ട് അതായത് പരാതിയായിട്ട് ഇല്ല, ഒന്നും പരാതിയില്ല. ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല ജയിക്കുന്നു പറയുന്നത്. ജയിക്കും, 2 ലക്ഷം വോട്ടിന് ജയിക്കും. 2 ലക്ഷം വോട്ടിനോ? ഉറപ്പ്. എന്തുകൊണ്ടാണ് ഉറപ്പ് പറയണേ? ഉറപ്പ് കഴിഞ്ഞ പ്രാവശ്യത്തിലും പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥിക്കാരും കൂടുതൽ വോട്ടുകൾ വാങ്ങിയാൽ ജയിച്ചത്. നിങ്ങളോടൊക്കെ ശരിക്കും നല്ല രീതിയിലാണോ പുള്ളി? അന്ന് കാണാറുണ്ടോ ഇടയ്ക്ക്? അങ്ങനെ നിന്നില്ല, ആവശ്യമുണ്ടോ? കാണാറുണ്ടോ? ഇതാ മരിപ്പോ കല്യാണമൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഓടി വന്നെത്തും. അത്രയും നല്ല പെരുമാറ്റം. അന്ന് നല്ല രീതി. പ്രേമേന്ദ്രനോ നല്ല അധ്വാനിയുവ, നല്ല സഹായവുവ, ആളുകൾക്ക് ഇഷ്ടം പോലെ സഹായിക്കുന്ന ഒരു എം പിയാണ് ഞങ്ങളെ പ്രേമേന്ദ്രൻ. ഞങ്ങളെ എം പി ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ, ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ച് കയറ്റണേ. ഈ പേക്ഷകരെല്ലാവരും കൂടെ നല്ലവനെന്ന് പറയുന്നതോ നല്ലവനെന്ന് പറയുന്ന ആരെ കാര്യമായാലും തുറന്നടിച്ച് പറയും. രഹസ്യ കച്ചവടം ഇല്ല, തുറന്നടിച്ച് പറയും ഏത് കാര്യവും. ഇപ്പം സാറിൻ്റെ കാര്യമായാലും സാറിന് ഇന്നത് ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് അയാളെ കണ്ടുകൂടാ. നല്ല സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. പിന്നെ എവിടെ വിളിച്ചാലും വരും. നമ്മുടെ അച്ഛൻ്റെ തന്നെ പരിപ്പിന് ആശുപത്രിയിൽ പോയ സമയത്ത് അവർ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്. പിന്നെ പുള്ളി അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പോസ്റ്റ്മോർട്ടം ഇല്ലാതെ കാര്യങ്ങൾ നടത്തി ഇറക്കാൻ പറ്റി. അച്ഛൻ വീട്ടിൽ കിടന്ന് മരിച്ചതാ, പക്ഷെ ആശുപത്രി കൊണ്ടുപോയതാ. അന്നേരം അവർ പറഞ്ഞ് എനിക്ക് പോസ്റ്റ്മോർട്ടം വേണ്ടി വരും. സാർ അവിടെ ഉള്ളതുകൊണ്ട് നമുക്കത് അങ്ങനെ വേണ്ടി വന്നില്ല, പെട്ടെന്ന് ഇറക്കാൻ പറ്റി. നല്ല രീതിയിൽ സഹായിക്കുന്ന നല്ല രീതിയിൽ സഹായിക്കുന്ന ആളാണ്. നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. ഞാൻ ഇതുവരെ അയാൾക്ക് എൻ്റെ വോട്ട് ചെയ്തിട്ടുള്ള. ജയിക്കുമോ ഇവിടെ? പിന്നെന്താ ഇവിടെ ജയിക്കാത്തെന്ത്? ജയിക്കും, നല്ലോണം ജയിക്കും. എം പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഗുണമാണ്. അതുമാത്രമല്ല ചെറുപ്പക്കാരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും എല്ലാം എം പിക്കൊരു വിലയുണ്ട്. പിന്നെ പാർലമെൻറ്റിൽ പോയി സംസാരിക്കാനായാലും നമ്മളെ കാര്യങ്ങൾ പറയാനായാലും എല്ലാം പ്രേമേന്ദ്രനെ കൊണ്ടേ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പം മുകേഷിനെ മത്സരത്തിന് നിർത്തിയിരിക്കുന്നു, ഇടതുപക്ഷം മുന്നേ മത്സരത്തിന് നിർത്തിയിരിക്കുന്നു. തീർച്ചയായും പ്രേമേന്ദ്രൻ ജയിച്ചു എന്നാലേ അവിടെ മുകേഷ് എം എൽ എ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊല്ലത്ത് പോലും 2000 വോട്ടിന് ജയിച്ചിട്ട് പോലും ഇവിടെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, സാധാരണക്കാരുടെ ഇടയിലേക്കൊന്നും ഇറങ്ങി ചെല്ലുന്നില്ല. പിന്നെ ആ ഒരു സിനിമാ നടൻ എന്നുള്ള പേരിലാണ് കഴിഞ്ഞ പ്രാവശ്യവും ജയിച്ചു പോയത്. ഈ പ്രാവശ്യം ഇതിപ്പം മുകേഷ് എം എൽ എ നിൽക്കാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ പ്രേമേന്ദ്രൻ്റെ അവിടെ നിൽക്കാൻ പാടില്ല. കാരണം അത്രയ്ക്ക് പ്രേമേന്ദ്രൻ്റെ അടുത്തൊന്നും വരാൻ മുകേഷ് എം എൽ എക്ക് പറ്റത്തില്ല. രാഷ്ട്രീയം നോക്കി പറയുകയല്ല, കാരണം സാധാരണക്കാരുടെ എപ്പോഴും പ്രേമേന്ദ്രനായിരിക്കും മുൻതൂക്കം.